രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസൽ ലിറ്ററിന് 91 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. 10 ദിവസത്തിനിടെ മൂന്നാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി സ്വന്തം പൗരന്മാരെ കൊള്ളയടിക്കുന്ന തിരക്കിലെന്ന് കോൺഗ്രസ് വിമർശിച്ചു. വില വർധനവിനെ ന്യായീകരിച്ച് കേന്ദ്രം രംഗത്തെത്തി. 10 ദിവസത്തിനിടെ 3 തവണകളായി ഇതിനോടകം 5 രൂപയാണ് പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചത്. ഇന്ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും കൂടി. ഇതോടെ കൊച്ചിയിൽ ഡീസലിന് 99.59 പൈസയും പെട്രോളിന് 110.67 പൈസയുമായി. പെട്രോളിന് വില കൂടി എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. അതന്നെ ഇനിയിപ്പോൾ എന്ത് പറയാനാ, ഈ കുറേയായിരിക്കില്ലേ. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 20 മുതൽ 90% വരെ വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ 5% മാത്രമാണ് വർദ്ധിപ്പിച്ചത് എന്ന ന്യായീകരണവുമായാണ് കേന്ദ്രം രംഗത്തെത്തിയിരിക്കുന്നത്. കടുത്ത നഷ്ടം സഹിച്ച് 76 ദിവസം ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിന്നെന്നും കേന്ദ്രം പറയുന്നു. 3 തവണകളായി 5 രൂപയ്ക്കടുത്ത് മാത്രമാണ് വർധന ഉണ്ടായത് എന്നും പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഘട്ടം ഘട്ടമായി എണ്ണവില വർധന 8 രൂപയിലേക്ക് എത്തിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എണ്ണ കമ്പനികളുടെ ലാഭത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രിക്ക് ശ്രദ്ധയെന്നും ഒരു തവണയെങ്കിലും മോദി ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും കോൺഗ്രസ് വിമർശിച്ചു. പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പിന്നാലെ ഡൽഹിയിൽ CNGക്ക് കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വില വർധന ജനജീവിതം ദുസ്സഹമാക്കുന്നു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.